അസ്സലാമു അലൈക്കും. ആദരണീയരായ അധ്യക്ഷരെ, ബഹുമാന്യരായ ഉസ്താദുമാരെ, സ്നേഹസമ്പന്നരായ രക്ഷിതാക്കളെ, സദസ്യരെ, ലോക മുസ്ലിമുകൾ, പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധുവുകൾ പാടി പറയുന്ന ഈ അനുഗ്രഹീത യാമത്തിൽ ഒരു കഥാപ്രസംഗം അവതരിപ്പിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ കഥയുടെ പേരാണ് തിളക്കുന്ന കണ്ണുകൾ. അതെ, തിളക്കുന്ന കണ്ണുകൾ കഥ പറയുവാനും കേൾക്കുവാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അറിയും ഒരു കടമേ അകിലും നീ പോറ്റുന്നു അകപുരം കാണുന്നു അതിരുകളിൽ സ്നേഹം നീ നൽകുന്നു അടിയണിടുന്നു കൈനീട്ടുന്നു. അതെ, സമയം മധ്യരാത്രി. അന്ന് മുറൈബ് രാത്രിയിൽ ഉറക്കം വന്നില്ല. ആരോ ആ രാത്രിയിൽ മറ്റു വാതിലിലൂടെ ഉലാസുന്നത് മുറൈബിന്റെ ഭാര്യയുടെ ദൃഷ്ടിയിൽപ്പെട്ടു. അവൾ നല്ല കതിര് തുറന്ന് പുറത്തേക്ക് വന്നപ്പോൾ അവൾ അട്ടഹാസിക്കാൻ ശ്രമിക്കവേ ആ രൂപം അവൾ കണ്ടത് അത് മറ്റാരുമായിരുന്നില്ല, തന്റെ ഭർത്താവായ മുറൈബ് രാജൻ തന്നെയായിരുന്നു. അവൾ അടുത്തു ചെന്നു ആജ്ഞായിരുന്നു, ഇത് ഞാൻ ആദ്യം വരുന്നു. അവൾ വീണ്ടും ചോദ്യം തുടർന്നു, എന്താണെന്ന് നോക്കാം. എന്ത് പറ്റി പ്രിയതമായി പാതിരാവില്ലാത്തുവാൻ എത്ര നേരമായി നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കണേ? എന്ത് കണ്ടേ ഭയന്നു എന്ന് ചൊല്ലുന്നിൽ പ്രിയതമാ, എന്തിനാണ് ദേഹമാകെ ധരിച്ചു നിങ്ങൾ നിൽക്കണേ? അല്ലയോ പ്രിയപ്പെട്ടവരെ, അങ്ങേക്ക് എന്ത് പറ്റി? സമയം എന്നുമായിട്ടും അങ്ങയുടെ പതിവില്ലാതെ നിൽക്കുകയാണല്ലോ. അങ്ങ് എന്താണ് വിഷമിക്കുന്നത്? എന്തായാലും പറയൂ, ഞാൻ അങ്ങയുടെ പ്രിയഭൂമിയാണ്. അവിടുത്തെ സുഖമാണ് എന്റെ സുഖം, അവിടുത്തെ ദുഃഖമാണ് എന്റെ ദുഃഖം. എന്തായാലും നമുക്ക് പരിഹാരം കാണാം, നമുക്ക് പരിവാരങ്ങൾ വിളിക്കാം. വേണ്ട, പരിവാരങ്ങൾ കാവിട്ട ഈ പ്രശ്നം അയാൾ തുടർന്നു. എന്താണെന്ന് നോക്കൂ. ഞാനൊരു സ്വപ്നം കണ്ടതിൽ പിന്നെ ഇല്ല ഉറക്കം. ഞാനിരിക്കും സിംഹാസനത്തിൽ ഒരു മുഖം വന്നിരുന്നേ. പെണ്ണിന്റെ ശരീരത്തെ ചുറ്റുമ്പോ വലിയൊരു ചുപ്പത്താണ് എന്നെ നേരെ നോക്കുമ്പോ എന്നോട് സ്വല്പം മുടക്കിയിരുന്നു. അത് കണ്ട് നേരമാകെ പടസാണി തളർന്നു. കാര്യം നീ കരുതുമ്പോൾ അത്ര നിസ്സാരമോ എളുപ്പമല്ല. എന്റെ സിംഹാസനത്തിൽ കയറിയിരിക്കുന്നു. അത് എന്റെ നേരത്തെ വിഷം ചീട്ടുന്നതായി ഞാൻ സ്വപ്നത്തിൽ കണ്ടു. അതിന്റെ പുനരറിയാൻ കൊട്ടാരം ജ്യോതിഷന്മാരെ വിളിച്ചു തരണം. അവർക്ക് അതിന്റെ പുനരറിയാനും വേണ്ടുന്ന പരിഹാരം നിർദ്ദേശിക്കാനും കഴിയും. ഏതായാലും നേരം വെളുക്കട്ടെ. അന്ന് അവർ പ്രഭാതത്തിനായി കാത്തിരുന്നു. പ്രഭാതം പൊട്ടിവിടുന്നു. രാജാവിന്റെ കൽപ്പന ഉടങ്ങി. ആരവിടെ? ഭടന്മാർ ഓടിയെത്തി. ഉടനെ കൊണ്ടുവരൂ കൊട്ടാര ജ്യോതിഷന്മാരെ. കൽപ്പന പോലെ ജ്യോതിഷന്മാരെത്തി. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം മഹാരാജാവിനെ അറിയിച്ചു. മുറൈബ, താങ്കളുടെ പദം തിരിക്കാനിരിക്കുന്നു. പകരം മക്കയിൽ മുഹമ്മദ് സ്ഥാനത്ത് എത്തുകയും ചെയ്തു. ഇത് കേട്ട മുറൈബ് പൊട്ടിക്കരയാൻ തുടങ്ങി. എന്ത്, മുഹമ്മദാണോ? എന്നാൽ അവനെ വകവെടുത്തുക തന്നെ ചെയ്യും. അയാൾ സദസ്സിലൊക്കെ നോക്കി ചോദിച്ചു, ആർക്കും മുഹമ്മദിനെ വധിക്കാൻ? എല്ലാവരും നിശബ്ദമായി. പക്ഷേ സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റു. എല്ലാവരും അയാൾ വീക്ഷിച്ചു. അത് ആരാണെന്നറിയുമോ? നജ്ജാസ് രാജകൽപ്പന പോലെ മദീനയിൽ കുതിച്ചു. ഉടനെ കുതിച്ചു നജ്ജാസിന്റെ കുതിരവേഗം എങ്ങും നീരുളാനെ അറിയുന്ന ചിക്കൻ നേരം ഇവിടെ ഞാൻ തങ്ങും എന്നവനും ചിന്തിച്ചിരുന്നു. ഇവിടാരും ഓർത്തിരുന്നു. നിങ്ങൾ വേഗതയിലാണ് കൊണ്ടില്ല. താമസിയാതെ തന്നെ മദീനയിലെത്തി. പക്ഷേ താൻ വന്ന കാര്യം എത്രയും പെട്ടെന്ന് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തണമെന്ന വ്യാമോഹത്തിൽ അവർ അവിടെ താമസിക്കാൻ ഒരു ഇടമോർത്തു. ഞാനിവിടെ അവിടെ എപ്പോഴാണ്, ഞാൻ എവിടെ പോയി തങ്ങും? അപ്പോഴാണ് നജ്ജാസിന് ഓർമ്മ വന്ന് തന്റെ പഴയ ഒരു സുഹൃത്തിനെ പറ്റി. അയാൾ ജൂതനാണ്. അയാളുടെ വീട്ടിലേക്ക് താമസിയാതെ നജ്ജാസ് കുതിരെ തെളിച്ചു, വാതിൽ മുട്ടി വിളിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു നോക്കാം.
നോക്കാം. എന്തായി നേരത്ത് ഇവിടെ നജാത്ത്, എന്തിന് വന്നു നീ പറയൂ സുഹൃത്തേ, പറയാമതല്ല ഞാൻ പ്രിയപ്പെട്ട സോദരാ, ഇവിടെ നീ കൽപ്പം ഇടം വേണം സ്നേഹിത. ജൂതൻ കഥകു തുറന്നപ്പോൾ പതിവില്ലാതെ ഒരു കാഴ്ചയാണ് കണ്ടത്. മുറൈബിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഒരു ഭടൻ തന്നെ തേടിയിട്ടിരിക്കുന്നു. അതും ഈ പാതിരാവിൽ. എന്താണ് നജാത്ത്? താൻ വന്ന വിവരം ജൂതൻ അറിയിച്ചു. അപ്പോൾ താൻ വന്ന ഉദ്ദേശം ജൂതൻ അറിയിച്ചു. എന്ത്? മുഹമ്മദിനെ വധിക്കണമെന്നോ? നടക്കില്ല. ഇല്ല, ഇതിന് ഞാൻ കൂട്ടി നിൽക്കില്ല. നീ അറിയുമോ, ഇവിടെ എനിക്ക് അഭിയം നൽകിയത് മുഹമ്മദാണ്. നീ പോകും പുറത്ത്. മുഹമ്മദിനെ വധിക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. ഇത് കേട്ട നജാത്തിന് ആകെ വിഷമമായി. ഞാൻ ഇവിടെ എവിടെ പോയി തങ്ങുമെന്ന് അവൻ ചിന്തിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു നോക്കാം. പ്രഭാതത്തിൽ ഞാൻ പോകാം പ്രിയപ്പെട്ട സോദര, നിനക്കൊട്ടും പാട്ടുകൾ വരാതെ നോക്കാം, എന്നെ ഒരിക്കലും മറക്കല്ല പ്രിയ സുഹൃത്തേ. ഈ പാതിരാവിന് എനിക്ക് അല്പം തരണം. പ്രഭാതത്തോടൊക്കെ സ്ഥലം വിട്ടുകൊള്ളാം. ശരി, അതിന് ഈ ഒട്ടും പ്രഭാതം പൊട്ടിവിടുന്നതിന് മുമ്പ് ഈ മദീനയിൽ നിന്ന് രക്ഷപ്പെടണം. അല്ലെങ്കിൽ നിന്റെ നാശമായിരിക്കും. യഹൂദി അന്ന് രാത്രി നജാസിന് അഭയം കൊടുത്തു. പ്രഭാതം പൊട്ടിവിടുന്നു. യഹൂദി നജാസിന് തട്ടി വിളിച്ചു. നജാസ് വേഗം പുറപ്പെടൂ, സമയമേറമായി. പറയൂ, കേൾക്കാം. നജാസുടനെ കുതിച്ചു കൂതിരമേലെ എത്തി മദീനത്തെ പള്ളി തന്നങ്കണത്തിൽ മുത്തിരസൂലും സഹാബത്തും ഒത്തിരുന്നു. എന്തോ പറയും സുദിനത്തിൽ വന്നു ചെന്നു. ഇതം പാലത്തോണെ തൈകത്തെ നജാസത്തിൽ യസൂലിയെ വധിക്കാനായി ഓളുയെത്തി. ഉടനെ ആ പുണ്യ ശരീരത്തിൽ നിന്നു എത്തി. ഇരുകണ്ണേ മറ്റാരും കാണാതെ നോക്കി. ആര് എന്ത് പറഞ്ഞാലും താൻ മുറൈബിന് കൊടുത്ത വാക്ക് നിറവേറ്റുക തന്നെ ചെയ്യും. അതിനാരുടെയും സഹായം നജാത്ത് ആവശ്യമില്ല. നജാത്ത് മദീന പള്ളിയിലെത്തി. പ്രവാചകരെ വീക്ഷിച്ചു. ഒരു തൂണിനരികിൽ താരി ഉരിയിൽ നിന്ന് മാലെടുത്തു. സന്നിധിയിലെത്തി. അപ്പോൾ അതാ ഭയാനകരമായ കാഴ്ച നജാത്തിനെ കാണുന്നത്. അതാ ആരും കാണാത്ത രണ്ട് കണ്ണുകൾ നബിയുടെ പിറകിൽ നിന്ന് കാണുന്നത്. കയ്യിൽ നിന്ന് വാളുകിടച്ച് താഴെ വീണു. അപ്പോഴേക്കും സ്വഹാബികൾ അയാളുടെ നേരെ തിരിഞ്ഞു. അപ്പോൾ നജാത്ത് കുതിരയെ വേഗത കൂട്ടി. പിന്തുടരാൻ കഴിയാതിരിക്കാൻ വേഗത കൂട്ടിയപ്പോൾ പക്ഷേ സദസ്സിൽ നിന്ന് അലി റളിയല്ലാഹു തന്റെ പ്രശസ്തി അർപ്പിച്ച ദുൽദുൽ കുതിരയിൽ കയറി ദുൽദുൽ കുതിച്ചു തുടങ്ങി. അയാൾ തന്റെ പ്രശസ്തി അവിടെ പ്രയോഗിച്ചു. മിന്നൽ വേഗതയിൽ ദുൽദുൽ കുതിച്ചു. പിന്നീട് അല്ലാഹു എന്ന മനസ്സനയോടെ നജാത്തിനെ അലി റളിയല്ലാഹു ആകെ പിടിച്ചു തിരുസന്നിധിയിൽ കൊണ്ടുവന്നു. അപ്പോൾ നജാത്തിന്റെ ഹൃദയത്തിൽ ഒരു പാട് തുടങ്ങിയ ഹൃദയം വന്നു. അത് എന്താണെന്ന് നോക്കാം. ഇനി ജീവന്റെ ആശ നിൽക്കുമോ, ഇവർ എന്നെ വധിക്കാൻ നിൽക്കുമോ, ഇനി രക്ഷ എന്നിൽ നൽകുമോ, അനാവധി ശിക്ഷക്കായി നീ വരുമോ, ആ പുണ്യനെ നീ കൊല്ലാനൊരുങ്ങാൻ ഞാൻ എത്ര പാപിയായി മാറണം, ആ മുത്തരക്ഷത്തെ എന്നും ഒരിക്കലും ചെയ്യാൻ കഴിയില്ല.
പിന്നെ ശക്തി ക്ഷയിച്ചു, ശബ്ദം നിലച്ചു. അയാൾ അലി റളിയല്ലാഹുവിനെ പ്രവാചകന്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. അല്ല, മുമ്പ് തനിക്ക് നേരെ വാരി വെച്ച പ്രവാചകരെ നോക്കി നജ്ജാർ സൗമ്യമായി ചോദിച്ചു, നിങ്ങൾ ആരാണ്, എന്തിനു വന്നു? എല്ലാ ശത്രുതയും പ്രവാചകന്റെ പ്രവൃത്തിയിൽ മറന്ന നജ്ജാർ താൻ വന്ന കാര്യമെല്ലാം അറിയിച്ചു. ഇത് കേട്ട പ്രവാചകർ ചോദിച്ചു, എന്നിട്ട് എന്താ നീ എന്നെ വധിക്കാതെ ഓടിയത്? പ്രവാചകരെ, അത് മറ്റൊന്നുമല്ല, അങ്ങയിൽ നിന്ന് അത്ഭുതമായ ചില കാഴ്ചകൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. ആരും കാണാത്ത രണ്ടുകൾ എന്നെ സൂക്ഷിച്ചു വൃതായി ഞാൻ കണ്ടു. അവൻ സാധാരണക്കാരനല്ല, സത്യമെന്ന പ്രവാചകൻ തന്നെയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന സത്യസാക്ഷ്യം മുഴുകി നജ്ജാർ സത്യത്തിലേക്ക് അടുത്തു. ഇത്തരം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ചെറിയൊരു കഥാപ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.